നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയിൽ ഒരു മികച്ച വാരമായിരുന്നു കടന്നുപോയത്. 8100 മുകളിലേക്ക് നിഫ്റ്റി എത്തി. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് വിപണി എത്തുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും ഈ വാരത്തിന്റെ അവസാന ദിവസങ്ങളിൽ വിപണിയിൽ ശ്രദ്ധേയമായ കുതിപ്പാണ് ഉണ്ടായത്. ചില മികച്ച റിസൾട്ടുകൾ വിപണിയുടെ കുതിപ്പിന് ആധാരമായി. ഒപ്പം തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ഈ വാരത്തിൽ വിപണിയിൽ സജീവമായിരുന്നു. ഈ വാരം വിപണിയിൽ സംഭവിച്ചതെന്ത്, വരും ദിവസങ്ങളിൽ വിപണിയുടെ സാധ്യതയെന്ത് എന്ന മാർക്കറ്റ് വാച്ചിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നു. അതിനുശേഷം ഈ ലക്കം ലഭിച്ച കത്തുകളിലേക്ക് പോകാം. അതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഭുവനേന്ദ്രൻ, 8100 മുകളിലേക്ക് നിഫ്റ്റി എത്തി. വലിയ മുന്നേറ്റം ഉണ്ടായി. ചില റിസൾട്ടുകൾ പ്രധാനമായും കാരണമായി. എന്താണ് ഈ വാരത്തെ എങ്ങനെ വിലയിരുത്താം? ലാസ്റ്റ് വീക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു അപ് മൂവാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. 3 മന്ത്സിന് ശേഷമുള്ള നിഫ്റ്റിയുടെ ഏറ്റവും വലിയ ഗെയിൻ. അതുപോലെ 7 മന്ത്സിന് ശേഷം നിഫ്റ്റി 8200 അടുത്തേക്ക് 8157 ക്ലോസിംഗ് വന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബോത്ത് FIs ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് സൈഡിൽ വന്നു. ഇതെല്ലാം തന്നെ വളരെ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ FIസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഈ ബൈയിങ് സൈഡിലേക്ക് വരാനുള്ള ചില റീസൺ എന്ന് പറയുന്നത് ചില പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. അതിൽ അഭിലാഷ് നേരത്തെ പറഞ്ഞ റിസൾട്ട് തന്നെയാണ്. ബജാജ് ഓട്ടോ, ടാറ്റ സ്റ്റീൽ, ലാർസൻ ആൻഡ് ടൂബ്രോ, അങ്ങനെ BPCL 1:1 ബോണസ് ഡിക്ലെയർ ചെയ്തു. L&T വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വളരെ മേജറായിട്ടുള്ള വളരെയധികം റിസൾട്ടുകൾ വരാനിരിക്കുന്നു. അതുപോലെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ടാണ്. 66% നെറ്റ് പ്രോഫിറ്റ് ഡ്രോപ്പ് ചെയ്തെങ്കിലും അത് മാർക്കറ്റ് പ്രതീക്ഷിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ റിക്കവറി വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി ആ സ്റ്റോക്കിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള 4th ക്വാർട്ടർ റിസൾട്ട്, അതൊരു റീസണാണ്. ദെൻ മൺസൂൺ, വളരെ ബെറ്റർ ആയിട്ടുള്ള മൺസൂൺ ഫോർകാസ്റ്റ്. അതിൽ ബെറ്റർ GDP 7.5 വരാനുള്ള സാധ്യത. നെക്സ്റ്റ് വീക്ക് 31 GDP ഫിഗർ പുറത്തു വരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫിഗറാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഓട്ടോമൊബൈൽ സെയിൽസ്, എസ്പെഷ്യലി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ്, സിമൻറ്റ്, അതുപോലെ സിമൻറ്റിൽ വളരെ അധികം ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ സെക്ടറിൽ വളരെയധികം ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. പവർ സെക്ടർ. അപ്പോൾ ഓവറോൾ ചില ഗ്രീൻ ഷൂട്ട്സ് കാണുന്നുണ്ട് ഇക്കണോമിയിൽ തന്നെ. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. അതിനോടൊക്കെ തന്നെ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. അതിൻ്റെ ഓവറോൾ റിയാക്ഷനാണ് നമ്മൾ കണ്ടത്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറിയുടെ പ്രധാന റീസൺ ഇതൊക്കെ തന്നെയാണ്. ഇതെല്ലാം തന്നെ ഇക്കണോമിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ്. അതോടൊപ്പം വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈയിങ് സൈഡിൽ വന്നു. അതുതന്നെയാണ് മാർക്കറ്റിൻ്റെ ഈ ഷാർപ്പായിട്ടുള്ള റിക്കവറിയുടെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്. ജാനറ്റ് യെല്ലൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമായും ജൂലൈയോടുകൂടി ഒരുപക്ഷെ നിരക്ക് വർധന ഉണ്ടാകുമെന്നൊരു സൂചന തന്നെയാണ് അവർ നൽകുന്നത്. ഇത് വിപണിയെ ഏത് തരത്തിലാണ് ബാധിക്കാൻ? ഇത് ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ജൂലൈയിൽ എന്തായാലും റേറ്റ് ഹൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് മാർക്കറ്റ്. അപ്പോൾ അതാണ് വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത്, ഗ്ലോബൽ നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഈ ഫെഡിൻ്റെ റേറ്റ് ഹൈക്ക് തന്നെയാണ്. അതുപോലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നെഗറ്റീവ് ന്യൂസസ് ആണ്. റേറ്റ് ഹൈക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ മൊമെൻറ്റം, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ മൊമെൻറ്റം വളരെ പോസിറ്റീവ് തന്നെയാണ്. ഇവിടുന്ന് കറണ്ട് ലെവലിൽ നിന്ന് കുറച്ചുകൂടി റൈഡിനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നു. കാരണം നെക്സ്റ്റ് വീക്ക് ക്രൂഷ്യലാണ്. GDP വളരെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം. GDP മോശമാകുകയാണെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാം. അത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന ഡിസിഷൻ, ഇതൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഓവറോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം പോസിറ്റീവാണ്. FIസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും ബൈയിങ് സൈഡിൽ വന്നു എന്നുള്ളത് പോസിറ്റീവ് തന്നെയാണ്. സ്റ്റോക്കിലൊക്കെ റിസൾട്ട് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയില്ല. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒക്കെ റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. SBIയുടെ കാര്യത്തിൽ നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റിൽ വലിയ കുറവുണ്ടായി. പക്ഷേ ആ ക്ലീനിങ് പ്രോസസ്സ്, NBAയുമായി ബന്ധപ്പെട്ട ക്ലീനിങ് പ്രോസസ്സ് തുടരുന്നു. അത് നൽകുന്ന ഒരു ആത്മവിശ്വാസമാണ് വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും വെള്ളിയാഴ്ച SBIയിലുണ്ടായ ഒരു ഹൈക്ക്. ഇതെങ്ങനെയാണ് PSU ബാങ്കിലെ പൊതുവെ ബാധിക്കാൻ പോവുക? കുറച്ചുകൂടെ ഒരു പോസിറ്റീവായിട്ട് ഈ സെക്ടറിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് വന്നിട്ടില്ല അഭിലാഷ്. ഇപ്പോൾ 66% നെറ്റ് പ്രോഫിറ്റ് ഡ്രോപ്പ് വന്നെങ്കിലും മാർക്കറ്റ് ഇതിലും മോശം റിസൾട്ടാണ് പ്രതീക്ഷിച്ചത്. ഓവറോൾ വന്ന റിസൾട്ടൊന്നും അത്രത്തോളം പബ്ലിക് സെക്ടർ ബാങ്കിൽ അത്രത്തോളം പോസിറ്റീവ് അല്ല. അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് 6% റൈഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നു. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇനിയും 1-2 ക്വാർട്ടർ വന്നതിന് ശേഷം മാത്രമേ ഈ ക്ലീനിങ് പ്രോസസ്സ് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ ഇപ്പോഴും ചെറിയ റിസ്ക് ഈ സെക്ടറിൽ നിലനിൽക്കുന്നു. പക്ഷേ വാല്യുവേഷൻ
ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ വാല്യൂഷൻ ഫെയർ വാല്യൂ ആണ്. അപ്പോൾ കുറച്ചുകൂടെ റിസ്ക് ആ സ്റ്റോക്കുകളിൽ ആ സെക്ടറിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ഓവറോൾ റിസൾട്ടുകൾ വന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഇനി ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എല്ലാം പോസിറ്റീവ് എന്ന് നമുക്കറിയാൻ സാധിക്കില്ല, കാരണം മാർക്കറ്റിൽ ഇപ്പോഴും റിസ്ക് നിലനിൽക്കുന്നുണ്ട്, കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഫ്രഷ് ബൈയിങ് അഡ്വൈസബിൾ അല്ല. കറണ്ട് ലെവലിൽ നിന്ന് ഒരു 150-200 പോയിന്റ്സിൻ്റെ റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിലുപരി പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഗ്ലോബൽ നെഗറ്റീവ് ന്യൂസുകൾ, നേരത്തെ പറഞ്ഞ ഫെഡിൻ്റെ ഡിസിഷൻ, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, GDP, ഇങ്ങനെയുള്ള ചില ന്യൂസുകൾ നിലനിൽക്കുന്നുണ്ട്. അത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ കറണ്ട് ലെവലിൽ വീണ്ടും ഒരു റൈഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ടെക്നിക്കലി മാർക്കറ്റ് അടുത്തയാഴ്ച എവിടെയാണ്? 8100 മുകളിലാണ്. 8200 ക്രോസ് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അത് വളരെ പോസിബിൾ ആണ്. അതിലുപരി ടെക്നിക്കലി 7950, 8000 എന്ന് പറയുന്ന ഒരു ഓവർ സപ്ലൈ സോൺ ആയിരുന്നു. അതൊരു സെല്ലിംഗ് പോയിന്റ് തന്നെയായിരുന്നു. എന്നാൽ ആ ലെവലിൽ നിന്നാണ് വളരെ പോസിറ്റീവായുള്ള ചില സൈൻസ് നമ്മൾ എക്കണോമിയിൽ നിന്ന് കണ്ടതും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈയിങ് സൈഡിലേക്ക് വന്നു. ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് FISും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് സൈഡിലേക്ക് വരാനുള്ള റീസൺ. അപ്പോൾ ഓൾമോസ്റ്റ് 8000 എന്ന് പറയുന്ന മാർക്ക് ബ്രേക്ക് ചെയ്തു. 8156 നിഫ്റ്റിയുടെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ 7950 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് മാറാം. അപ്പോൾ വീണ്ടും 7950 അല്ലെങ്കിൽ 8000 ബ്രേക്ക് ചെയ്യാതിരിക്കുകയും മൊമെൻറ്റം പോസിറ്റീവ് ആവുകയാണെങ്കിൽ കറണ്ട് ലെവൽ 8340 to 360 ലെവൽ വരെ പോകാനുള്ള എനർജി മാർക്കറ്റിലുണ്ട്. മീൻസ് ഒരു 200 പോയിന്റ്സിൻ്റെ റൈഡ് നിഫ്റ്റിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ വളരെ ക്ലോസ് ആയിട്ട് 8000 സപ്പോർട്ട് സോണാണ്. 8000 to 950 എന്ന് പറയുന്ന വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. എഗെയിൻ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ലോ ബ്രേക്ക് ചെയ്ത് പോകും. 7700 എന്നൊരു ക്രൂഷ്യൽ പോയിന്റ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത്. എന്നാൽ 7700 എന്ന് പറയുന്ന പോയിന്റ് മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ആ ലെവലിലെല്ലാം തന്നെ മാർക്കറ്റ് സപ്പോർട്ട് ലഭിച്ചിരുന്നു. അതോടൊപ്പം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ വന്നു. അതിൻ്റെ ഒരു റൈഡാണ് നമ്മൾ 8000 വളരെ ഷാർപ്പായിട്ട് ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ അത് പോസിറ്റീവാണ്. ഇനി 8000 മാർക്ക് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ചിലപ്പോൾ പുതിയ മൂവിങ് റേഞ്ച് ഫിക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം പുതിയ 8400, 8600, 8000 ഒരു ബോട്ടം ഫോർ ടൈം ബീയിങ്. ഈ ന്യൂസുകളൊക്കെ പോസിറ്റീവ് ആവുകയാണെങ്കിൽ 8000 എന്ന് പറയുന്ന ഒരു ബോട്ടം 8400 to 600 എന്ന് പറയുന്ന അടുത്തൊരു പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിൽ നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിലും മാർക്കറ്റിൽ റിസ്ക് നിലനിൽക്കുന്നു. ഓരോ ന്യൂസുകളും ഇപ്പം നമ്മൾ റിസൾട്ടുകൾ സ്റ്റഡി ചെയ്യുക, ഗ്ലോബൽ ന്യൂസ് സ്റ്റഡി ചെയ്യുക, ഫെഡിൻ്റെ അത് എസ്പെഷ്യലി ഫെഡിൻ്റെ ഔട്ട്കം എന്താണോ അത് വളരെ അധികം മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇനി വരുന്ന റൈഡൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുന്നതായിരിക്കും നല്ലത്. മൂവിങ് റേഞ്ച് എന്ന് പറയുന്നത് 8400 അല്ലെങ്കിൽ 350, 360 എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും 7950, 7950 ആൻഡ് 8000 എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത. മാർക്കറ്റ് വാച്ചിൽ ഒരു ചെറിയ ഇടവേള, അതിനുശേഷം ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് വേഗം മടങ്ങി വരാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് പോകുന്നു. ഏറ്റവും ആദ്യത്തെ മെയിൽ ആതിര മനു, ലൂപ്പിൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, BHEL, ഫ്യൂച്ചർ കൺസ്യൂമബിൾ, സൺഫാർമ, ആകാശ് ഓപ്റ്റിക്, ഈ സ്റ്റോക്കുകളെ കുറിച്ചാണ് ആതിര ചോദിക്കുന്നത്. ലൂപ്പിൻ പോസിറ്റീവാണ്. റിസൾട്ടിന് ശേഷം ഈ സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിച്ചിരുന്നു. ഗോവ പ്ലാന്റിനെ കുറിച്ചുള്ള കൺസേൺ, അതാണ് ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വരാനുള്ള റീസൺ. എന്നാൽ അത് ഓൾമോസ്റ്റ് സോൾവ് ചെയ്യുന്നു എന്നുള്ള ന്യൂസുകൾ പുറത്തു വരുന്നു. 1450 ആണ്. ലോങ് ടേം വ്യൂവിൽ ഫാർമ സെക്ടറിലും തന്നെ പോസിറ്റീവാണ്. നമുക്ക് സൺഫാർമയൊക്കെ ലാസ്റ്റ് വീക്കിലൊക്കെ റൈഡ് സംഭവിച്ചു. 1450, 1350 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1700 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ലോങ് ടേം വ്യൂവിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാം. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസൾട്ട് വന്നു. റിസൾട്ട് അത്രത്തോളം പോസിറ്റീവ് അല്ല. എന്നാലും എനിക്ക് 1-2 ക്വാർട്ടർ കൂടി സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാല്യൂഷൻ വളരെ ഫെയർ ആണ്. ലോങ് ടേം വ്യൂവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 160 and 142 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 210 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ BHEL ആണ് 115, അതുപോലെ 104 രണ്ട് സപ്പോർട്ട് ലെവലാണ്. BHELനെ സംബന്ധിച്ചും വാല്യൂഷൻ ഫെയർ ആണ്. പക്ഷേ വീണ്ടും ഒരു കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നു. 142 ലെവൽ വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. അതിനുശേഷം വീണ്ടും റീ എൻട്രി ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ദെൻ ഫ്യൂച്ചർ കൺസ്യൂമബിൾ ആണ്. ഫെയർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 20 and 17. 20 ഒരു മേജർ സപ്പോർട്ട് ലെവൽ തന്നെയാണ്. ലെവൽ വരുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 26 ആണ് സ്റ്റോക്കിലെ ഒരു മൈനർ റെസിസ്റ്റൻസ്. ദെൻ സൺഫാർമയാണ്. സൺഫാർമ ലാസ്റ്റ് വീക്ക് റൈഡ് സംഭവിച്ചു.
വീണ്ടും 770 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ ആണ്. 770 ദെൻ 730 വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. 770 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയാണ്. അതൊരു റീ എൻട്രി ചെയ്യുന്ന ലെവലായിരിക്കും. ലാസ്റ്റ് വീക്കൊക്കെ തന്നെ ഇതിനു മുമ്പ് ഈ ലെവൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ സ്റ്റോക്കിൽ റൈഡ് സംഭവിച്ചത്. 840 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ആകാശ് ഒപ്റ്റിക്കൽസ് ആണ്. ആവറേജ് ഫണ്ടമെൻ്റൽസ് ആണ്. ഡെറ്റ് ഇല്ല. അതേസമയത്ത് അത്രത്തോളം പ്രോമിസിങ് അല്ല ഈ സ്റ്റോക്ക്. 1350 ആൻഡ് 11 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 18 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. സ്റ്റോക്കിലെല്ലാം പോർട്ട്ഫോളിയോ എല്ലാം തന്നെ വളരെ നല്ലതാണ്. ഈ സ്റ്റോക്കൊക്കെ തന്നെ വീണ്ടും ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യുക. നേരത്തെ പറഞ്ഞ 8350 അല്ലെങ്കിൽ 8400 ലെവലിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ പ്രോഫിറ്റ് പൊസിഷൻ ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുശേഷം വീണ്ടും കറക്ഷൻ സംഭവിക്കുമ്പോൾ, കാരണം റിസ്ക് ചില ന്യൂസുകൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നു, ആ ന്യൂസുകൾ നെഗറ്റീവ് ആവുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു 50% പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻട്രി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും വരും ദിവസങ്ങളിൽ നല്ലത്. അടുത്ത കത്തിലേക്ക് പോകുന്നു. രാകേഷിന് അറിയേണ്ടത് കോസ്മോ ഫിലിംസ്, FCEL, അദാനി പോർട്സ് ആൻഡ് സ്നോമാൻ. കോസ്മോ ഫിലിംസ് ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. 330 ആൻഡ് 280 വീണ്ടും ഷാർപ്പ് കറക്ഷൻ മാർക്കറ്റിൽ സംഭവിച്ചാൽ, ഗ്ലോബൽ ന്യൂസുകൾ നെഗറ്റീവ് ആവുകയാണെങ്കിൽ ഈ ലെവലിലേക്ക് വരാം. അതല്ലെങ്കിൽ 330 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നു. 400 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ അദാനി പോർട്ട് വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അതുപോലെ റിസ്ക് ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് ടൈം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. 170 ആൻഡ് 150. 150 എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ, ഒരു ഗ്ലോബൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യയിലും ഉണ്ടാകാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ഈ 150 ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. 220 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്നോമാൻ ലോജിസ്റ്റിക്സ് ആണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. 52 നമ്മൾ എല്ലാ എപ്പിസോഡിലും ഡിസ്കസ് ചെയ്യുന്നതാണ്. 52 ആൻഡ് 48 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 65 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ എല്ലാ സ്റ്റോക്കുകളും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. കുറച്ചുകൂടെ സ്റ്റോക്ക് ഇതിൽ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ ബെന്നി മാത്യുവിൻ്റെ മെയിലാണ്. സാം പിസ്റ്റൺസ്, ഗാർവെയർ, സക്കുമ എക്സ്പോർട്സ്, ഡൈനാമിക് പ്രോഡക്ട്സ്, നിതിൻ സ്പിന്നിംഗ്, വിജയ ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക്, രുചിര പേപ്പർ എന്നീ സ്റ്റോക്കുകളാണ് ബെന്നിയുടെ കൈവശമുള്ളത്. ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം അഭിപ്രായം ചോദിക്കുന്നത്. സാം പിസ്റ്റൺസ് ഓട്ടോമൊബൈൽ കമ്പോണൻസിലാണ് ഫോക്കസ്. ലോ PE ആണ്. അതുപോലെ ഡെറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ സ്റ്റോക്ക് നമുക്ക് പരിഗണിക്കാവുന്ന തന്നെയാണ്. 140 ആൻഡ് 122 ഇപ്പോഴത്തെ കറണ്ട് ലെവൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്ക് സൗണ്ട് തന്നെയാണ്. 180 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഗാർവെയർ വാൾഡ്രോപ്സ് ആണ്. 320 വളരെ നല്ല ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് ഗാർവെയർ. 320 ആൻഡ് 280 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 280 വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. 320 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയാണ്. 400 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സക്കുമ എക്സ്പോർട്സ് ആണ്. ഡെറ്റ് കുറവാണ്. ഫണ്ടമെൻ്റലി ആവറേജ് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്നു. 60 ആൻഡ് 50 90 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഡൈനാമിക് പ്രോഡക്ട്സ് ആണ്. 47 ആൻഡ് 40 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 65 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ നിതിൻ സ്പിന്നിംഗ് ആണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയതും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. 54 ആൻഡ് 47 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 75 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ വിജയ ബാങ്ക് ഒരു റിക്കവറി വരാനുള്ള സാധ്യത ഈ സ്റ്റോക്കിൽ കാണുന്നു. ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. 23 ലെവൽ വരെ മൂവ് ചെയ്തതിന് ശേഷം ഒരു റിക്കവറി ഉണ്ട്. പക്ഷേ ഈ റിക്കവറി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 28 ആൻഡ് 20 ലാസ്റ്റ് ഡ്രോപ്പ് വന്നപ്പോൾ 22 വരെ വന്നതാണ്. വീണ്ടും മാർക്കറ്റിൽ ഷാർപ്പ് കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ആ ഒരു ലെവൽ വരാം. പക്ഷേ അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. 20 ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. 28 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നു. 36 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ യുണൈറ്റഡ് ബാങ്ക് ആണ്. യുണൈറ്റഡ് ബാങ്കും ചില റിസ്ക് ഈ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. വാല്യുവേഷൻ വളരെ ലോ ആണെന്നുള്ളൊരു അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. 16 ആൻഡ് 14 ലെവലിലേക്ക് വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 21 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ രുചിര പേപ്പറാണ്. ആവറേജ് ഫണ്ടമെൻ്റൽസ് 52 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ 45 76 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിലേക്ക് മൂവ് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും സജഷൻ കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും
കുറച്ചുകൂടെ ബെറ്റർ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓവറോൾ നമ്മുടെ മുന്നിൽ കാണുന്ന സ്റ്റോറിയിൽ ഇപ്പം അതിനകത്ത് HCL ടെക് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. കുറച്ചുകൂടെ ബെറ്റർ സോണിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ ഐഷർ വാല്യുവേഷൻ ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഐഷർ വളരെ ബെറ്റർ ഒരു ചോയ്സ് തന്നെയാണ്. ദെൻ ഫോഴ്സ് മോട്ടോഴ്സ് ഈ രണ്ട് സ്റ്റോക്കും ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ LIC ഹൗസിംഗ് ഫിനാൻസ് അത് വളരെ ഫെമിലിയർ ആണ്. ആ സ്റ്റോക്കും ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. LIC ഹൗസിംഗ് ഫിനാൻസ് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ദെൻ ഒരു സീസണൽ പ്ലെയർ എന്നുള്ള രീതിയിൽ ടാറ്റ കെമിക്കൽസ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ഈ സ്റ്റോക്കൊക്കെ തന്നെ ഇതിനു മുമ്പ് തന്നെ നമ്മൾ പല എപ്പിസോഡിലും ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തതാണ്. ആ സ്റ്റോക്കൊക്കെ നല്ല റൈഡ് സംഭവിക്കുകയും ചെയ്തു. ദെൻ ഡാബർ അതുപോലെ മാരിക്കോ ഈ സ്റ്റോക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്നു. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മാർക്കറ്റിൽ പലപ്പോഴും വളരെ ഷാർപ്പായിട്ടുള്ള റൈഡ് സംഭവിക്കും, വീണ്ടും കറക്ഷൻ സംഭവിക്കും. വൺ സൈഡ് റാലിക്കുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ചെറിയ 15-20% പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി വീണ്ടും റീ എൻട്രി ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ് നല്ലത്. അതാണ് മാർക്കറ്റിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. വൺ സൈഡ് റാലിക്കുള്ള പോസിബിലിറ്റി കുറവാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ മാത്യൂസ്, അദ്ദേഹത്തിന് അറിയേണ്ടത് VRL ലോജിസ്റ്റിക്സ്, ഇക്വിറ്റാസ് ഹോൾഡിംഗ്സ് ആൻഡ് DCB ബാങ്ക്. മൂന്ന് സ്റ്റോക്കും ഫണ്ടമെന്റലി സൗണ്ടാണ്. ഇതിൽ VRL ലോജിസ്റ്റിക് വളരെ ഷാർപ്പായിട്ടുള്ള സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിച്ചിരുന്നു. ഒരു ലോക്കൽ എയർലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ കമ്പനിയുടെ ഫണ്ട് എടുത്ത് യൂസ് ചെയ്യുന്ന ഒരു റിസ്കി വെഞ്ചർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിൽ കറക്ഷൻ മാനേജ്മെന്റ് ക്ലാരിറ്റി തന്നു. അവർ ഇതിന് സെപ്പറേറ്റ് ഇക്വിറ്റി അല്ലെങ്കിൽ ഫണ്ട് കൊണ്ടുവരുന്നു എന്നുള്ള ന്യൂസൊക്കെ തന്നെ വീണ്ടും പക്ഷേ സ്റ്റോക്കിൽ വലിയ റിക്കവറി കണ്ടില്ല. പക്ഷേ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂയിലും ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. 250 and 225 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ ആണ്. 330 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ഇക്വിറ്റാസ് ഹോൾഡിംഗ് റീസെന്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്ത NBFC ആണ്. ഈ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ അത്രത്തോളം ഫെയർ അല്ല. വീണ്ടും ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ മണപ്പുറമൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്തതാണ്. ആ സ്റ്റോക്കിലൊക്കെ നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകി. ഇപ്പോഴത്തെ രീതിയിൽ കറന്റ് ലെവലിൽ നിന്നൊരു വലിയ റൈഡിനുള്ള പോസിബിലിറ്റി സ്റ്റോക്കിൽ കുറവാണ്. ചിലപ്പോൾ സംഭവിക്കുന്ന ചെറിയ റിസ്ക് നിലനിൽക്കുന്നു. വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. 140 and 125 ആ ലെവൽ വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. 175 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ദെൻ DCB ബാങ്ക് ആണ്. 88 and 80 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 102 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. VRL, ഇക്വിറ്റാസ് അതുപോലെ DCB മൂന്ന് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. വാല്യുവേഷൻ ഫെയർ ആണ്. പക്ഷേ ഇക്വിറ്റാസിൽ മാത്രം ചെറിയ റിസ്ക് കറന്റ് ലെവലിൽ നിലനിൽക്കുന്നു. വീണ്ടും 140 അല്ലെങ്കിൽ 125 ലെവലിലേക്ക് വരികയാണെങ്കിൽ മാത്രം ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അടുത്ത ആഴ്ച പ്രത്യേകിച്ചും മഴ തുടങ്ങിയാണ്. മൺസൂൺ സംബന്ധിച്ച് പ്രതീക്ഷ തന്നെയാണുള്ളത്. നിലവിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ ഇൻഡിക്കേഷൻ അനുസരിച്ചും മൺസൂൺ ബെറ്റർ ആയിരിക്കുമെന്നാണ്. വിപണി ഏത് തരത്തിലായിരിക്കും വരുന്നയാഴ്ച? മൺസൂൺ അടക്കമുള്ള ഘടകങ്ങൾ എത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോവുക? മൺസൂണിനെ കുറിച്ച് വളരെ പോസിറ്റീവ് ഫോർകാസ്റ്റ് ഒക്കെ തന്നെ വളരെ ബെറ്റർ ആയതുകൊണ്ട് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു മൺസൂൺ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബെറ്റർ മൺസൂൺ റൂറൽ കൺസംഷൻ കൂടാം, അത് സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനും പല കമ്പനികളിലെ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ റൈഡ് തന്നെ സംഭവിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് വീക്ക് GDP ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഒരു ന്യൂസാണ്. ചൊവ്വാഴ്ചയാണ്. അതെ, അത് വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യണം. അതുപോലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ സെക്കൻഡിനാണെന്ന് എനിക്ക് തോന്നുന്നു യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ അനൗൺസ്മെന്റ്, ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ്. ഇത് രണ്ടുമാണ് ഒരു മേജർ ന്യൂസ് എന്ന് പറയുന്നത്. ഓവറോൾ മൊമെന്റം പോസിറ്റീവാണ്. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 8200 മാർക്ക് ബ്രേക്ക് ചെയ്ത് ഒരു 340, 360 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഡൗൺ സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 7950, 8000 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ബൈയിങ് ലെവലായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഒരു ഇപ്പോഴത്തെ രീതിയിൽ 8000 എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണായിട്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ഫെഡറൽ റിസർവ് ഒരു ജൂലൈ മാസത്തിൽ വീണ്ടും ഒരു പലിശ വർധനവിനെ കുറിച്ച് സൂചന നൽകി കഴിഞ്ഞു പരസ്യമായിട്ട്. ഇത് ഏത് തരത്തിലായിരിക്കാം വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്നത്? ഇമ്മീഡിയറ്റ് മാർക്കറ്റിന്റെ മൊമെന്റം പോസിറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്നും ഒരു ഇമ്പാക്ട് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ റൈഡ് അതിൻ്റെ ഒരു കൺസോൾട്ടേഷനിലേക്ക് വരുമ്പോൾ വീണ്ടും റേറ്റ് ഹൈക്കിനെ കുറിച്ചുള്ള ന്യൂസ് വരും. അത് വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കും. ഇപ്പോൾ ഇത് മറന്നിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഇതായിരുന്നു ഡിസ്കഷൻ പോയിന്റ് എങ്കിൽ ഈ വീക്കോട് കൂടി അതൊക്കെ മറന്നു. ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്നുള്ള ന്യൂസുകൾ, GDP അങ്ങനെയുള്ള ന്യൂസിലേക്ക് ഫോക്കസ് പോയി. വീണ്ടും മാർക്കറ്റിൽ റൈഡ് സംഭവിച്ചതിന് ശേഷം കറക്ഷന് വേണ്ടിയുള്ള ന്യൂസുകൾ അന്വേഷിക്കുമ്പോൾ ഇത് വീണ്ടും ലൈം ലൈറ്റിലേക്ക് നമ്മൾ റേറ്റ് ഹൈക്കൊക്കെ വരാം. അപ്പോൾ റേറ്റ് ഹൈക്ക് സ്വാഭാവികമായിട്ടും ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യും. പ്രത്യേകിച്ചും ഏഷ്യൻ, യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മൊമെന്റം പോസിറ്റീവാണ്. ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ജൂൺ സീരീസ് കഴിഞ്ഞ് ജൂലൈയോടുകൂടി വീണ്ടും ഇപ്പോഴത്തെ ഈ ന്യൂസുകളൊക്കെ തന്നെ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. മാർക്കറ്റ് വാച്ചിന് ഈ ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് മാർക്കറ്റ് വാച്ചുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ
അറിയിക്കേണ്ടത്. ഹെഡ്ജ് എക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് പതിവുപോലെ മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. മാർക്കറ്റ് വാച്ചിന് അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.